ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ ഡേ 23 23 നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചധികം കാര്യങ്ങളാണ്. സത്യത്തിൽ നമുക്ക് ഈ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം കാണുമ്പോൾ സിലബസിൽ വളരെ കുറച്ചുള്ളൂ എന്ന് തോന്നും, പക്ഷേ എല്ലാം പഠിക്കാനുള്ളതാണ്, നമുക്കൊന്നും വിട്ടുകളയാനുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം സമയമെടുക്കും. മാത്രമല്ല നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പഠിച്ചത് അന്നന്ന് തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പോകാൻ നിങ്ങൾ സമയം കണ്ടെത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിമാചൽ, സിവാലിക്, കിഴക്കൻ മലനിരകൾ, ചുരങ്ങൾ. ഇതിന് മുന്നുള്ള ഭാഗം 22 നമ്മൾ പഠിച്ചു, അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. ഹിമാചൽ, സിവാലിക്, കിഴക്കൻ മലനിരകൾ, ചുരങ്ങൾ, ഇത്രയും ഈ 4 ടോപ്പിക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹിമാദ്രിയെക്കുറിച്ചായിരുന്നു അല്ലേ. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഹിമാദ്രിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പറയാൻ പോകുന്നത് ഹിമാചലാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്താണ് ഈ ഹിമാദ്രി കാണുന്നത് അല്ലേ. ഈ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഹിമാചൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് കാണുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിൻ്റെയും ഇടയിലാണ് ഈ ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. സിവാലിക്ക് നമ്മൾ ഹിമാചൽ കഴിഞ്ഞിട്ട് പഠിക്കും കേട്ടോ. ഇനി ഹിമാചലിൻ്റെ ഒരു ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. മെയിൻ സെൻട്രൽ ത്രസ്റ്റ് ആണ് ഗ്രേറ്റർ ഹിമാലയത്തെ ഹിമാചലിൽ നിന്ന് വേർതിരിക്കുന്നത്. ഗ്രേറ്റർ ഹിമാലയത്തെ ഹിമാചലിൽ നിന്ന് വേർതിരിക്കുന്നതാണ് മെയിൻ സെൻട്രൽ ത്രസ്റ്റ്. താഴ്വരകൾ കാണപ്പെടുന്ന ഒരു മലനിരയാണ് ഹിമാചൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഹിമാദ്രി പറഞ്ഞപ്പോൾ നമ്മളതിലെ മലനിരകളാണ് പറഞ്ഞത്, അതായത് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻഗംഗ, നംഗപർവ്വതം, അത് അങ്ങനെ ഉള്ള കുറച്ച് പർവ്വതനിരകൾ കാണുന്നത് ഹിമാദ്രിയിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതുപോലെ ഹിമാചലിൻ്റെ പ്രത്യേകത കുറേ താഴ്വരകൾ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. അപ്പോൾ ഹിമാചലിലെ താഴ്വരകൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഹിമാചലിലെ പർവ്വതനിരകളുമുണ്ട്. ആ പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പീർ പാഞ്ചൽ എല്ലാം കേട്ടോ. പീർ പാഞ്ചൽ, ദൗലധാർ, മഹാഭാരത് പർവ്വതനിരകൾ. ഈ 3 പർവ്വതനിരകളും ഹിമാചലിൽ കാണുന്ന പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ്. അതിലെ പീർ പാഞ്ചൽ പർവ്വതനിരയാണ് ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര. നമ്മൾ നേരത്തെ കുറച്ച് താഴ്വരകൾ പറഞ്ഞു അല്ലേ, കാശ്മീർ, കുളു, കാംഗ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാശ്മീർ താഴ്വര പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ കാണുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ കാണുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. ഇനി കാശ്മീർ താഴ്വര രൂപപ്പെടുത്തുന്ന നദിയാണ് ഝലം നദി. ഝലം നദിയാണ് കാശ്മീർ താഴ്വര ഉണ്ടാക്കുന്നത്. ദൈവങ്ങളുടെ താഴ്വര എന്ന് അറിയപ്പെടുന്നത് കുളു ആണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണ്. ഈ കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ബിയാസ് നദിയാണ് കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്നത്. ഇനി മണികിരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു ആണ്. മണികിരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു ആണ്. ഹിമാചലിലെ ഒരു പ്രധാനപ്പെട്ട ചുരമുണ്ട്. ആ ചുരത്തിൻ്റെ പേരാണ് റോഹ്താങ് ചുരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം താഴ്വരകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി ഹിമാചലിൽ എന്തും കൂടെ ഉണ്ട്, ചുരമുണ്ട്. ആ ചുരത്തിൻ്റെ പേരാണ് റോഹ്താങ് ചുരം. ഇതിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താഴ്വരകൾ നോക്കാം കേട്ടോ. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. അതുപോലെ ഹിമാചൽ പ്രദേശിൽ കുറേ താഴ്വരകളുണ്ട്. മലാന, പാങ്കി, സൻഗള, പാർവതി, കിൻവർ, കാംഗ്ര, കുളു, മണാലി, ലഹൗൾ, സ്പിതി, ഇതെല്ലാം ഹിമാചൽ പ്രദേശിൽ കാണുന്ന താഴ്വരകളാണ്. അതുപോലെ കിഴക്കൻ ലഡാക്കിൽ കാണുന്ന താഴ്വരയാണ് ഗാൽവാൻ. ലഡാക്കിൽ കാണുന്ന താഴ്വരയാണ് മാർഖ. ഹിമാചലിൻ്റെ ഒരു പ്രത്യേകതയാണ് താഴ്വരകൾ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് കുറേ സുഖവാസ കേന്ദ്രങ്ങൾ. അതിന് പ്രസിദ്ധമായ നിരയാണ് ഹിമാചൽ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ്. ഈ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. മസൂറി.
ഇനി അതുപോലെ മെഡ് ഓഫ് ഗോൾഡ്, സ്വർണ്ണ പുൽമേട് എന്നറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രമുണ്ട്, അതാണ് സോനാമാർഗ്. ഇനി കുറച്ച് ദേശീയോദ്യാനങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന താഴ്വരകളും നോക്കാം. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. അതുപോലെ പിൻവാലി ദേശീയോദ്യാനം അത് സ്ഥിതി ചെയ്യുന്നത് സ്പിതി താഴ്വരയിലാണ്. അതുപോലെ ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മാർഖ താഴ്വരയിലാണ്. നമ്മൾ ഈ കുളു, മാർഖ, സ്പിതി ഇതൊക്കെ പേരുകൾ നമ്മൾ നേരത്തെ താഴ്വരകൾ പറഞ്ഞപ്പോൾ കേട്ടു. അവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്ന പല പല ദേശീയോദ്യാനങ്ങളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്, പഠിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഒരു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നുണ്ട്, അത് യുംതാങ് താഴ്വരയിലാണ്. യുംതാങ്. ഹിമാചലിൽ കാണുന്ന കുറച്ച് പുൽമേടുകളുണ്ട്, പുൽമേടുകളുടെ പേരാണ് മെർഗ്, കാശ്മീരിലാണത്. പിന്നെ ബുഗ്യാൽ ഓർ പയാർ, അത് ഉത്തരാഖണ്ഡിലാണ്. ഹിമാചലിൽ കാണുന്ന പുൽമേടുകളാണ് മെർഗ്, കാശ്മീർ, ബുഗ്യാൽ, പയാർ, ഉത്തരാഖണ്ഡ്. ഇതിൽ പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുൽമേടാണ് ബുഗ്യാൽ. ബുഗ്യാൽ ഉത്തരാഖണ്ഡിലാണ്. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടാണ് പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ വേനൽക്കാല പുൽമേടാണ് ബുഗ്യാൽ. ഇനി നമുക്ക് സിവാലിക്കിനെ കുറിച്ച് നോക്കാം. സിവാലിക് ഹിമാലയൻ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് സിവാലിക്. 1220 മീറ്ററോളമാണ് ശരാശരി ഉയരമായിട്ട് പറയുന്നത്. അതുപോലെ ഔട്ടർ ഹിമാലയ എന്നാണ് സിവാലിക് അറിയപ്പെടുന്നത്. സാന്ദ്രത വളരെ കൂടുതലുള്ള ഒരു പർവ്വതനിരയാണ് സിവാലിക്. ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിരയാണ് സിവാലിക്. അതുപോലെ ഗംഗാ സമതലവുമായി ചേർന്ന് സമാന്തരമായി കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് സിവാലിക്. ഔട്ടർ ഹിമാലയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഒരു മേഖലയാണ്. ഉത്തരപർവ്വത മേഖല എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും ജനസാന്ദ്രത കൂടിയത് സിവാലിക്കിലാണ്. അതുപോലെ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക്. ഇനി സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി നീളത്തിൽ വിസ്തൃതമായൊരു താഴ്വരയുണ്ട്. അത് സിവാലിക്കിൻ്റെ പ്രത്യേകതയാണ്. സിവാലിക്കിൽ കാണുന്ന വിസ്തൃതമായ താഴ്വരയാണ് ഡ്യൂണുകൾ. പ്രധാനമായിട്ടും സിവാലിക്കിൽ കാണുന്ന ഡൂണുകൾ 3 എണ്ണമാണ്: ഡെറാഡൂൺ, കോട്ട്ലി ഡൂൺ, പട്ട്ലി ഡൂൺ. ഡെറാഡൂൺ, കോട്ട്ലി ഡൂൺ, പട്ട്ലി ഡൂൺ. അതിൽ ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. ഡൂൺ താഴ്വരയിലെ പ്രധാന വൃക്ഷമാണ് സാൽ മരങ്ങൾ. ഇനി 2 പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാബർ അതുപോലെ ടെറായി. 2 പ്രത്യേക പേരുകളാണ് അല്ലേ. അതെന്താണെന്ന് നോക്കാം. അതായത് സിവാലിക് മലനിരകൾക്ക് സമാന്തരമായിട്ട് പാറക്കഷ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഇടുങ്ങിയ പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൻ്റെ പേരാണ് ബാബർ എന്ന് പറയുന്നത്. ബാബർ അത് കൃഷിക്ക് ഒട്ടും യോജിക്കാത്ത ഒരു പ്രദേശമാണ്. കാരണം നിറയെ പാറക്കഷ്ണങ്ങൾ കൊണ്ട് ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. അതാണ് ബാബർ. അത് സിവാലിക്കിൻ്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകൾ നിറഞ്ഞ പ്രദേശമാണ് ബാബർ. അതുപോലെ ബാബർ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ഒരു ചതുപ്പ് പ്രദേശമുണ്ട്. നേരെ ഓപ്പോസിറ്റ് സസ്യജാലങ്ങൾ ധാരാളം കാണുന്ന ഒരു ചതുപ്പ് പ്രദേശം, അതിനെയാണ് നമ്മൾ ടെറായി എന്ന് പറയുന്നത്. ടെറായി അതായത് ഈ ബാബർ പ്രദേശത്ത് വെച്ചിട്ട് ജലപ്രവാഹം അപ്രത്യക്ഷമാവുമെന്ന് പറഞ്ഞില്ലേ, അവിടെ വരെ ഒഴുകിയെത്തിയിട്ട് അവിടെ എത്തുമ്പോൾ ഈ ജലപ്രവാഹം അപ്രത്യക്ഷമാവും. ആ അപ്രത്യക്ഷമാകുന്ന പ്രവാഹം വീണ്ടും ദൃശ്യമാവുന്നത് ഈ ടെറായിലെത്തുമ്പോഴാണ്. ഒക്കെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുജാലങ്ങളുടെ, സസ്യങ്ങളുടെ ഒക്കെ ആവാസ കേന്ദ്രമാണിത്. അതായത് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ഒരു ചതുപ്പ് പ്രദേശമാണത്രേ ടെറായി. ഇനി ഇവിടെ ഒരു ദേശീയോദ്യാനമുണ്ട്, ദുധുവ ദേശീയോദ്യാനം. ഉത്തർപ്രദേശിലാണ്. ഈ ദുധുവ ദേശീയോദ്യാനം കാണുന്നത് ഈ ടെറായി പ്രദേശത്താണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാഞ്ചൽ എന്നറിയപ്പെടുന്നത്. ഈ ഉത്തരപർവ്വത മേഖലയിൽ നിബിഡമായ
ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്നത് ഈ കിഴക്കൻ മലനിരകളിലാണ്. ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്നത് കിഴക്കൻ മലനിരകളിലാണ്. ഈ ഉത്തരപർവ്വത മേഖലയിലെ കിഴക്കൻ മലനിരകളിൽ, അതായത് ഈ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് കുന്നുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാഗ കുന്നുകൾ, അത് നാഗാലാൻഡിലാണ്. മണിപ്പൂർ കുന്നുകൾ, ത്രിപുര കുന്നുകൾ, ഖാസി ഗാരോ കുന്നുകൾ. ഈ ഖാസി ഗാരോ കുന്നുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. മേഘാലയയിലാണ് കേട്ടോ, മേഘാലയ. ഇനി നമ്മൾ ഈ പറഞ്ഞ നാഗ കുന്നുകളിൽ ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി. നാഗ കുന്നുകളിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി. അതുപോലെ നമ്മൾ ഈ രണ്ട് പേരുകൾ, അതായത് ചിറാപുഞ്ചി, മൗസിൻ ഡാം, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് ചിറാപുഞ്ചിയെക്കുറിച്ചും മൗസിൻ ഡാമിനെ കുറിച്ചും. അപ്പോൾ അതെന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. ഈ ചിറാപുഞ്ചി ധാരാളം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ചിറാപുഞ്ചി. ഇപ്പോഴും മഴ ലഭിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് ലഭിക്കുന്നത് മൗസിൻ ഡാം എന്ന സ്ഥലത്താണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻ ഡാം. ഈ മൗസിൻ ഡാം മേഘാലയയിലാണ് കേട്ടോ, മേഘാലയയിലാണ്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിക്ക് ഇപ്പോൾ പുതിയ പേര് നൽകിയിട്ടുണ്ട്, അതിൻ്റെ പേരാണ് സോഹ്ര. പുതിയ പേര് സോഹ്ര. ഇനി ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന ആദ്യം വിശേഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ചിറാപുഞ്ചിക്കായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻ ഡാം, മേഘാലയയിലെ മൗസിൻ ഡാമാണ്. അതുപോലെ ചിറാപുഞ്ചി, മൗസിൻ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഖാസി മലനിരകളിലാണ്. ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയം ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭൗതിക വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 5 ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചലും ഉത്തരാഖണ്ഡ് ഹിമാലയവും, മൂന്നാമത്തത് ഡാർജിലിങ്ങും സിക്കിം ഹിമാലയവും, നാലാമത്തത് അരുണാചൽ ഹിമാലയം, അഞ്ചാമത്തത് കിഴക്കൻ മലകൾ. ഇങ്ങനെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഹിമാലയം ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭൗതിക വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരിച്ചിട്ടുള്ളത്. വീണ്ടും നമ്മൾ പറയുന്നത് ഹിമാലയത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ഇത് ഇച്ചിരി കൂടെ പ്രധാനപ്പെട്ടതാണ്, 1-2 തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ തരംതിരിച്ചിട്ടുള്ളത് 4 വിഭാഗങ്ങളായിട്ടാണ്. ഇങ്ങനെ ഇതിനടിസ്ഥാനമാക്കി തരംതിരിച്ചത് സർ സിഡ്നി ബെർണാഡാണ്. സിഡ്നി ബെർണാഡ്. അപ്പോൾ സർ സിഡ്നി ബെർണാഡിൻ്റെ ഹിമാലയത്തെ 4ആയി വിഭജിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ. ആ 4 കൊടുത്തിട്ടുള്ളത്. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. പഞ്ചാബ് ഹിമാലയം ഇത് സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. പഞ്ചാബ് ഹിമാലയം സിന്ധു മുതൽ സത്ലജ് നദി വരെ ഏകദേശം ഒരു 560 കിലോമീറ്ററാണ് ഉള്ളത്. അടുത്തത് കുമയൂൺ ഹിമാലയം. ഈ സത്ലജ് മുതൽ കാളി നദി വരെയുള്ള ഭാഗം, അതായത് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കുമയൂൺ ഹിമാലയം. ഏകദേശം 320 കിലോമീറ്റർ നീളമുള്ള ഭാഗം ആണ് ഇത്. അടുത്തത് നേപ്പാൾ ഹിമാലയം. നേപ്പാൾ ഹിമാലയം 800 കിലോമീറ്ററോളം നീളമുണ്ട്. അത് കാളി നദിയാണല്ലോ നേരത്തെ നിർത്തിയത്. അപ്പോൾ കാളി നദി തൊട്ട് ടീസ്റ്റ നദി വരെ, അതായത് കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗമാണ് നേപ്പാൾ ഹിമാലയം. അടുത്തത് അസം ഹിമാലയം. അത് 720ഓളം കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള പ്രദേശമാണ് അസം ഹിമാലയം. ഇനി കുറച്ച് ചുരങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൽ 2 ചുരങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഖൈബർ ചുരവും ബോലാൻ ചുരവും. ഈ ഹിന്ദു കുഷിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ചുരങ്ങളാണ് ഈ ഖൈബർ ചുരവും ബോലാൻ ചുരവും. ഇനി പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ഇതിലെ കുറേ ചുരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പഠിക്കും കേട്ടോ. പുതിയ പുതിയ പേരുകളായിരിക്കും, ആണെങ്കിൽ നിങ്ങളത് നന്നായിട്ട് പഠിക്കാനും ഓർക്കാനും ശ്രമിക്കണം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരമാണ് ഉംലിംഗ്ല ചുരം.
ഒരു 19,300 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഉംലിംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഈ ലഡാക്ക് മേഖലയിലെ ചിസുംലെ, ഡെംചോക്ക് എന്നീ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഉംലിംഗ്ല ചുരം. ഏതൊക്കെയാണ്? ലഡാക്ക് മേഖലയിലെ ചിസുംലെ, അതുപോലെ ഡെംചോക്ക് ഈ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഉംലിംഗ്ല ചുരം. ഇനി ഖാർതുംഗ്ല ചുരം, ഇത് ലേ അതുപോലെ സിയാച്ചിൻ ഗ്ലേസിയർ ഈ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഖാർതുംഗ്ല ചുരം. ലേ അതുപോലെ വേറെന്തിനേയും കൂടിയാണ് സിയാച്ചിൻ ഗ്ലേസിയർ. ഈ 2 സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ചുരമാണ് ഖാർതുംഗ്ല ചുരം. ഇനി അടുത്തത് കുറേ ചുരങ്ങളുടെ പേരുകളാണ്. അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഈ നാഥുല ചുരവും ലിപ്പുലേക്ക് ചുരവും കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരങ്ങളാണ് നാഥുല ചുരവും അതുപോലെ ലിപ്പുലേക്ക് ചുരവും. ഇനി ഈ നാഥുല ചുരം സിക്കിം, ടിബറ്റ് തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. സിക്കിം, ടിബറ്റ്. അതുപോലെ നമ്മൾ പറഞ്ഞ ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും യോജിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേക്ക് ചുരം. അപ്പോൾ ഇത് രണ്ടും ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരങ്ങളാണ് കൈലാസ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട്, നാഥുല ചുരവും ലിപ്പുലേക്ക് ചുരവും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ സിൽക്ക് റൂട്ട്, പട്ടുപാതയിലെ സിൽക്ക് റൂട്ട്, അതിൻ്റെ ഭാഗമായ ചുരമാണ് നാഥുല ചുരം. ഇനി നമ്മൾ അടുത്തത് എഴുതിയിട്ടുള്ളത് നാമ ചുരം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഷിപ്കില ചുരം സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. സത്ലജ് താഴ്വരയിലാണ് ഈ ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഫോട്ടുല ചുരം, അതായത് ഈ ഫോട്ടുല, നമികാല ഈ 2 ചുരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അപ്പോൾ ഫോട്ടുല, നമികാല ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അടുത്തത് ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം. അതേപോലെ കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. അതുപോലെ കുൻസും ചുരം, അത് സ്പിതി താഴ്വരയുടെ കവാടമാണ് കുൻസും ചുരം. സ്പിതി താഴ്വരയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുൻസും ചുരം. ഇനി ഖാർതുംഗ്ല ചുരം നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതാണ് ഖാർതുംഗ്ല ചുരം. നമ്മൾ നേരത്തെ ഖാർതുംഗ്ല ചുരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്തായിരുന്നു പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? അതായത് ലേ അതുപോലെ സിയാച്ചിൻ ഗ്ലേസിയർ ഇതിനെ യോജിപ്പിക്കുന്ന, ഈ 2 സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന ചുരമായിരുന്നു ഖാർതുംഗ്ല ചുരം. ഈ ഖാർതുംഗ്ല ചുരം അറിയപ്പെടുന്നത് നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നാണ്. ഈ അസിർഗഡ് ചുരം, അത് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്ന് അറിയപ്പെടുന്ന ചുരമാണ് അസിർഗഡ് ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ്. ഇനി ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് കേട്ടോ, ചുരങ്ങളുടെ നാട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചുരങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ പറയാണ്. അപ്പോൾ അതിൽ ബനിഹാൾ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൾ ചുരം. ഇനി ലിപ്പുലേക്ക് നേരത്തെ പറഞ്ഞു, ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും യോജിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേക്ക്. അതുപോലെ ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഇനി സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഇനി നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നാഥുല സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഇനി ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ടിബറ്റിലെ ലാസ, അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. അടുത്തത് ദിഹാങ് ചുരം അരുണാചൽ പ്രദേശിനെയും മ്യാൻമറിലെ മാൻഡലെ അരുണാചൽ പ്രദേശിനെയും മാൻഡലെയും യോജിപ്പിക്കുന്നു. അടുത്തത്
ബാരാലാച്ചില ചുരം ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിലെ ലേനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിനെയും ലഡാക്ക് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ചില ചുരം. ഇനി ജലപ്പുല ചുരം, അത് സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ജലപ്പുല ചുരം. അടുത്തത് കുംബർലി ഘട്ട് ചുരം, അത് രത്നഗിരി സത്താറ ഈ രണ്ട് സ്ഥലങ്ങളെയാണ് യോജിപ്പിക്കുന്നത്. രത്നഗിരി സത്താറ കുംബർലി ഘട്ട്. അടുത്തത് താൽഘട്ട് ചുരം, അത് നാസിക്കിനെയും മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. നാസിക്ക് മുംബൈ താൽഘട്ട്. അതുപോലെ ബോർഘട്ട് മുംബൈ പൂനെ ഇത് തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ബോർഘട്ട്. അടുത്തത് ദബ്സ ചുരം. ഈ ദബ്സ ചുരം കുളു അതുപോലെ സ്പിതി താഴ്വര ഈ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ദബ്സ ചുരം. അതുപോലെ റോഹ്താങ് ചുരം. റോഹ്താങ് ചുരത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. നമ്മൾ ഹിമാചൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിമാചലിലെ ഒരു പ്രധാന ചുരമാണ് റോഹ്താങ് ചുരം എന്ന്. ഇനിയിപ്പോൾ റോഹ്താങ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് യോജിപ്പിക്കുന്നത്? റോഹ്താങ് ചുരം കുളു, ലഹൂൾ, സ്പിതി താഴ്വരകൾ ഇവരെ യോജിപ്പിക്കുന്ന ചുരമാണ്. കുളു, ലഹൂൾ, സ്പിതി താഴ്വര ഇത് യോജിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം. ഇനി സിലിഗുറി ഇടനാഴി, അതായത് ഉപദ്വീപീയ ഇന്ത്യയെയും അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയാണ്. ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഭൂമിശാസ്ത്രത്തിൽ ജോഗ്രഫിയിൽ ഇന്ന് സിലബസ് വൈസ് ടോപ്പിക്ക് നമ്മൾ ഇതാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ SCERT പഠിക്കുന്നുണ്ട്. നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT സയൻസാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SCERT 6ാം ക്ലാസ്സിലെ സയൻസിൽ ഇന്നലെ പഠിച്ച പാഠത്തിൻ്റെ തൊട്ടടുത്ത പാഠം ഇന്ന് പഠിക്കുക. അതുപോലെ ഇംഗ്ലീഷ് നമ്മൾ ഒരാഴ്ച കൊണ്ടാണ് ഓരോ ടോപ്പിക് ഇംഗ്ലീഷ് പഠിച്ചു തീർക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ പഠിക്കാൻ തന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു തീർക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇംഗ്ലീഷൊന്നും ഇടാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ സമയം അനുസരിച്ച് ഇടാം. പക്ഷേ നിങ്ങൾ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നത് ഒപ്പം പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് ഇടുന്ന സമയത്ത് നമുക്ക് റിവിഷനായിട്ട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ നമ്മളെന്താ റിവിഷൻ പഠിച്ചെന്നേ പറ്റുള്ളൂ. അതായത് നമ്മൾ ആ റിവിഷൻ്റെ ഡേ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമൊക്കെ തരുന്നുണ്ട്, മോക്ക് ടെസ്റ്റും തരുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും പഠിക്കുമ്പോൾ ഒരു കുറച്ച് സമയം റിവിഷന് വേണ്ടി കണ്ടെത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ കുറേ പേര് പഠിച്ചിട്ടുള്ളതായിരിക്കും, എങ്കിലും കുറേ പേർക്കൊക്കെ പുതിയ പുതിയ വാക്കുകളായിരിക്കും, പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് ജോഗ്രഫിയിൽ ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. ശരിക്കും ഈ ഒരു 7 ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ നമ്മൾ 7 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ നമ്മൾ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ 7 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് തീരില്ല. അത്രയുണ്ട് ജോഗ്രഫി പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പറ്റാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് നല്ല റാങ്കിലെത്താനുള്ള ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.